യാസിക, നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പെട്ടെന്നുള്ള പെണ്ണിന്റെ പറച്ചിൽ കേട്ടതും നമ്മളൊന്നും പകച്ചു. കല്യാണത്തിന് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാ നമ്മളെന്താ പറയാ? നമ്മളെ മൗനം അറിഞ്ഞുകൊണ്ടാവും ഫോണിന്റെ സ്പീക്കർ പൊട്ടും തരത്തില് ഓൾ ഒന്നുകൂടെ വിളിച്ചുപോയി. യാസിക, ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന്. ഓൾ ഒന്നുകൂടെ ചോദിച്ചപ്പോ മിണ്ടാ നിൽക്കുന്ന ശരിയില്ലെന്ന് മനസ്സ് വിളിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതങ്ങ് പറയാന്ന് കരുതി. അത് പിന്നെ ഷാന പ്രേമിച്ചീനോന്ന് ചോദിച്ചാ പ്രേമിച്ചീനു. ശ്വാസം നീട്ടി വലിച്ചുകൊണ്ട് അതങ്ങ് പറഞ്ഞതും മറുതലക്കുന്ന യാതൊരു ഭാവവും ഇല്ല. പടച്ചോനെ, പെണ്ണിന്റെ കാറ്റ് പോയാ? ഷാന ഷാന ഈ പോയോ? ഇല്ല യാസിക, നിങ്ങൾ പറയും എന്നായിരുന്നത്? ഏത്? നിങ്ങളെ ലവ് സ്റ്റോറി നടന്നത് എന്നാന്ന്. ഓ അതോ, അതിപ്പോ കൂടുതലൊന്നും ആയില്ല. ഈ അതൊക്കെ വിട് ഷാന, വേറെ വല്ലതും പറയാൻ നോക്ക്. വിടമാട്ടെ യാസിക, വിടമാട്ടെ. നിങ്ങളെ ലവ് സ്റ്റോറി കേൾക്കാതെ ഞാൻ നിങ്ങളെ വിടൂല. എന്റെ പൊന്നാര ഷാന, അതൊക്കെ കഴിഞ്ഞില്ലേ? നോക്ക്, അതൊക്കെ പിന്നെ നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പൊ ഞാൻ കോള് കട്ടാക്കട്ടെ. കൊല്ലും ഞാൻ. നിങ്ങളെ ലാട്ട പ്രേമകഥ പറഞ്ഞിട്ട് നിങ്ങൾ വെച്ചാ മതി. അയ്യടാ, ഈ വല്ലാതെ അങ്ങ് പുച്ചിക്കല്ലേ. അതിൽ ആട്ടയും കൂട്ടയൊന്നുമല്ല, നല്ല അടാറ് ലവ് സ്റ്റോറിയാ. പിന്നെ അടാർ തേങ്ങാക്കൊല. നിനക്കെന്താ ഷാന, ദേഷ്യം വരുന്നുണ്ടോ? ഞമ്മക്കോ? എന്തിന്? ഞമ്മക്ക് ദേഷ്യമൊന്നും വരുന്നില്ല. നിങ്ങൾ കഥ പറയും. പറയാം, എന്നാലും നീ ഇതൊക്കെ അറിയേണ്ടതല്ലേ. നിങ്ങൾ വേഗം പറയും ഷാന. അതിന് മാത്രം ഒന്നും ഇല്ലട്ടോ. സാരില്ല, നിങ്ങൾ പറയും, കേക്കട്ടെ. എന്റെ അമ്മായിന്റെ മോളെ രാത്രി കല്യാണത്തിനാണ് ഞാൻ ഓളെ ആദ്യമായിട്ട് കാണുന്നത്. കുട്ടികൾക്കൊക്കെ മെഹന്തിട്ട് കൊടുക്കണ ഓളെ കാണാൻ അന്നെന്തോ നല്ല രസമായിരുന്നു. കൊറേ നേരം ഓളെ അങ്ങനെ നോക്കിയിരുന്നപ്പോ നമ്മളെ മനസ്സിൽ കിളി കൂടും കുടുക്കിയൊക്കെ എടുത്ത് പാറിപ്പോയത് നമ്മൾ അറിഞ്ഞില്ല. ഷാന, ഈ കേൾക്കണ്ടാ? കേക്കുണ്ട്. ആ കിളി പാറി പാറി ഇങ്ങോട്ട് എത്തിക്കണ്. ആണോ? എന്നാ ഇതിനൊന്നും കാട്ടില്ലേ, പാവാണ് കേട്ടോ. നിങ്ങൾ തമാശ പറയാതെ ബാക്കി കഥ പറയും. എന്നിട്ട് അന്ന് ഫുള്ള് ഓളെ പിന്നാലെ നടക്കലായിരുന്നു എന്റെ മെയിൻ പണി. എന്തോ ഓളെ നമുക്ക് നല്ല ഇഷ്ടായി ഷാന. നല്ല അടിപൊളിയും മൊഞ്ചത്തിയ ഓളെ അങ്ങനെ നോക്കി നിന്നാലുണ്ടല്ലോ, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല എന്നല്ലേ? ഹായ്, എങ്ങനെ മനസ്സിലായി? അതാണല്ലോ സ്ഥിരം ഡയലോഗ്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് എന്റെ അമ്മായിനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഓൾ അമ്മായിന്റെ ഏതോ ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. +2 കാരി പെണ്ണാണെന്ന് മനസ്സിലായത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഷാന. എന്ത് പ്രശ്നം? ഓൾക്ക് നീലക്കണ്ണല്ല, കറുപ്പ് കണ്ണ് തന്നെയാ. വിറ്റ് 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 ചളി വാരിയറിയാതെ ബാക്കി പറ മനുഷ്യ. എന്നിട്ട് കല്യാണ ദിവസം ഓള് പോകുന്ന സ്ഥലത്തൂടെ ഒക്കെ പോയി ഓള് സംസാരമൊക്കെ ഇങ്ങനെ കേട്ട് നടക്കുമായിരുന്നു നമ്മള്. സത്യത്തിൽ അന്ന് ബിരിയാണി തിന്നാൻ പോലും നമ്മള് മറന്നുപോയിന്ന് സാരം. ഷാന, ഈ കേൾക്കണ്ടാ? കേക്കുണ്ട്. ഓളെ പേരെന്താ? ഷാന, ഈ എന്താ വിക്കി വിക്കി സംസാരിക്കണേ? ഷാന, ഹലോ. എനിക്കൊന്നുമില്ല, നിങ്ങള് പറയും. ഓളെ പേരെന്താ? നമ്മളെ കൽബ് കീഴടക്കിയ ഓളെ പേരാണ് ഐഷു. എന്നിട്ടെന്താ, പിന്നെ ഓള് പഠിക്കണ സ്കൂളൊക്കെ കണ്ടുപിടിച്ച് സ്കൂള് വിടുന്നവരെ ഓളെ കാത്തു നിൽക്കും. ഓളെ ചങ്ങാഴ്ചകളൊപ്പം വന്ന് ബസ്സിൽ കയറിയ നമ്മളും ഒപ്പം കയറും. എന്നിട്ട് ഓളെ വായി നോക്കി നിൽക്കും. അതന്നെയാ മെയിൻ പണി. അപ്പൊ നിങ്ങൾ ഓളോട് ഇഷ്ടാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. അതിനുള്ള ഒരു അവസരം ഒത്തു വന്നില്ല. പിന്നെ അപ്പോഴേക്ക് ഗൾഫിൽ ജോലിയൊക്കെ ശരിയായി. അതുകൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ നാട്ടിൽ വന്നപ്പോ കല്യാണം വീട്ടുകാരൊക്കെ കൂടി റെഡിയാക്കി. അതിനിടയില് ഐഷുവിന്റെ കാര്യമൊന്നും പറയാൻ പോലും ആരും സമ്മതിച്ചില്ല. നിങ്ങൾ ഐഷുവിനെ നിങ്ങക്ക് നല്ല ഇഷ്ടായിരുന്നോ? പിന്നല്ലാതെ, ഐഷുവിനക്ക് നല്ല ഇഷ്ടമാ. എന്നാ പിന്നെ ഓളങ്ങ് കെട്ടിക്കൂടായിരുന്നു നിങ്ങക്ക്? അങ്ങനെ പറഞ്ഞപ്പോൾ ഓളെ ശബ്ദമിടുന്ന പോലെ തോന്നി. ഷാന, ഈ കരയാ? അല്ല, ഞമ്മള് കരഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങള് പറയും, ഓളെ അത്രക്ക് ഇഷ്ടായിരുന്നെങ്കി നിങ്ങക്ക് ഓളെ കെട്ടിക്കൂടായിരുന്നോ? അതിന് കെട്ടാ ഇഷ്ടണ്ടായിട്ട് മാത്രം പോരല്ലോ, വിധി എന്ന് പറഞ്ഞ സാധനം കൂടി വേണ്ടേ? അത് ശരിയാ. നിങ്ങളെ സ്നേഹം സത്യമല്ലാത്തോണ്ടാ നിങ്ങക്ക് ഐഷുവിനെ കിട്ടാഞ്ഞത്. ആര് പറഞ്ഞു എന്റെ സ്നേഹം സത്യമില്ലാന്ന്? എന്റെ സ്നേഹം സത്യമായതുകൊണ്ടാണല്ലോ ഞാൻ സ്നേഹിച്ച പെണ്ണിന് എനിക്ക് തന്നെ കിട്ടിയത്. എന്തെങ്കിലും പറഞ്ഞേ? നീ പൊട്ടത്തി കാന്താരി പെണ്ണ്, നമ്മുടെ കൽബ് കീഴടക്കിയ മൊഞ്ചത്തി ഈ എന്നെ അടി. എന്ത്? നമ്മളോ? അപ്പൊ ഐഷു? ഡി ഐഷ ഷഹന. അന്റെ ഉള്ളിലെ ഷാനയേക്കാൾ എനിക്കിഷ്ടം ഐഷുവിനെയാ. അതുകൊണ്ട് തന്നെ അടി. നീ പോലും അറിയാതെ ഒരു കൊല്ലാന്റെ പിന്നാലെ നടന്ന് അന്റെ വാപ്പാന്റെ കയ്യും കാലും പിടിച്ച് അന്നേ നിക്കാതെ കഴിച്ച്. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാ ഇങ്ങോട്ട് വരില്ലേ? ഹലോ ഹലോ ഷാന പെണ്ണെ, ഈ പോയോ? അയ്യേ, ഈ കരയാണോ? പോയി സന്തോഷിക്കല്ലേ വേണ്ടേ? ഷാന, ടൈം കുറയായി. ഇനി മോള് ഫോൺ കട്ട് ചെയ്തോട്ടോ. ഞാൻ പോവാണേ. കാന്താരി പെണ്ണെ ഷാന. ഷാന അല്ല, ഐഷു. യാസിക്കാന്റെ സ്വന്തം ഐഷു.
ചിരിച്ചുകൊണ്ട് മെല്ലെയോടത് പറയുമ്പോ എവിടുന്നൊക്കെയോ ആരോ മനസ്സിൽ ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു.